അടുത്ത ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ ആ പേരിടൽ ചടങ്ങിൽ അല്ലേ, അങ്ങനെ തന്നെ പറയാം, ഒരു പേരിടൽ ചടങ്ങിൽ നമ്മുടെ അക്ബർ രേണുസുതിയെ ഒരു മോശമായ ഒരു പേര് ഉച്ചരിച്ച് നമ്മൾ കേട്ടു. അതിൻ്റെ പേരിൽ കുറേയൊക്കെ വൈറലായിട്ടുണ്ട്, എയറിലായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഇടയ്ക്ക് ഒരു സീനിൽ കാണിച്ചു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല. അക്ബർ ബിഗ് ബോസിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് രേണുസുതിയെ അങ്ങനെ മോശമായി പോയി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു സോറി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു. രേണുസുതിയോട് മാപ്പ് പറയാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊരു കള്ളമാണ്. കാരണം ഇപ്പം നടന്ന ലൈവില് ഈ രേണുസുതിയെ ഇങ്ങനെ വിളിച്ചതിനെ കുറിച്ച് കലാഭവൻ സരികയും പിന്നെ അപ്പാണിയും ഈ അക്ബറും കൂടെ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരത്തിനിടയിൽ അക്ബർ പറയുന്നുണ്ട്, അത്ര മോശമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ആയതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങനെ വിളിച്ചത് എന്ന് കലാഭവൻ സരികയുടെയും അതുപോലെ തന്നെ അത്താണിയുടെയും പ്രസൻസിൽ അക്ബർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രേക്ഷകരെ ഒരു വിഡ്ഢിയാക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതാരും തന്നെ വിശ്വസിക്കണ്ട. അക്ബറിനോട് അതിൻ്റെ പേരിൽ ആരും മാപ്പ് കൊടുക്കാനും ഞാൻ പേഴ്സണലി പറയത്തില്ല. കാരണം അത്രമേലൊരു മോശമായ വാക്കുകൊണ്ട് ആ സ്ത്രീ അപമാനിച്ചതാണ്. എങ്ങനെ ആയിക്കോട്ടെ, അവര് മോശമായ ഒരു രീതിയിൽ നടക്കുന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാനിത് PR വർക്ക് ചെയ്യല്ല രേണുവിന് കേട്ടോ. പക്ഷെ അങ്ങനെ അത്ര ഒരു മോശമായൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നു. അത് അക്ബറിന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെ അക്ബർ പുറത്തു പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിന്റെ പേരിലായാലും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അടുത്ത ഒരു അപ്ഡേഷനുമായിട്ട് നാളെ വരാം. നാളെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്നത്തെ ഒരു പ്രൊമോ ഒക്കെ കണ്ടിട്ട് നാളെ കുറച്ച് നല്ല അടിയുടെ ഒരു സ്കോപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് നല്ലൊരു മൈൻഡ് ഗെയിമറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസ് കളിച്ച് ലാസ്റ്റ് കപ്പ് കൊണ്ടുപോകാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടപാത്രമാണ് നമ്മളുടെ അനുമോളിനും ചാൻസ് ഉണ്ട്. ഇതിനകത്തൊരു കണ്ടന്റുകളൊന്നും ഇപ്പം അങ്ങനെ വീഴുന്നില്ല. വെറുതെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുടുംബകാര്യങ്ങൾ പോലെയൊക്കെ പറഞ്ഞും ഇടയ്ക്കിടയ്ക്ക് ഒരു റിസലുണ്ടായി ഒക്കെ അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര ട്വിസ്റ്റുകളാണ് വരുന്നത്. ഇപ്പം ആദ്യം തന്നെ അങ്ങനെ ഒരു നോമിനേഷനിലൊക്കെ ഇട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്വിസ്റ്റാണ്. മുൻപുള്ള സീസണിലൊന്നും കാണാത്ത ഒരു പ്രക്രിയകളൊക്കെ പലതും ഇപ്പം കാണുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് കളിച്ചാൽ ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു മുൻപത്തേനെ അപേക്ഷിച്ച് അടിപൊളി ഒരു സീസൺ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയൊരു അപ്ഡേഷനുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മാഷേ.